ഒരു സൂപ്പർ ടേസ്റ്റിൽ ഹെൽത്തിയായ മിൽക്ക് പപ്പായ ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നല്ല ഒരു പഴുത്ത ഒരു പപ്പായ എടുക്കുക. അതിനെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം പറമ്പിലൊക്കെ പഴുത്ത് നിന്ന് അത് അണ്ണാനും വവ്വാലും ഒന്നും കൊണ്ടുപോകാതെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഹൽവയായിട്ടോ കറി വെച്ചോ ഒക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാത്തിനെയും ഒന്നും വേസ്റ്റാക്കി കളയാതെ ഒത്തിരി പേരുടെ പറമ്പുകളിലൊക്കെ പപ്പായയൊക്കെ വേസ്റ്റായി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാതെ ഇങ്ങനെ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ ഇത് ശരീരത്തിന് വളരെയധികം ഗുണഗണങ്ങളുള്ള ഒരു ഫലമാണ്. അപ്പോൾ ഇത് പപ്പായയുടെ പൾപ്പാക്കിയിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് പൾപ്പാക്കി വെച്ചിരിക്കുന്നു. ഇത് ഏകദേശം ഒരു 1/2 കിലോ പൾപ്പുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് പാൽ, ശുദ്ധമായ പാലെടുക്കുന്നു. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഒരു 1/2 കപ്പ്, അരയോ ഒരു 1/4 കപ്പോ ആട്ട ചേർത്തിട്ട് ആട്ടയിട്ടതിന് ശേഷം പാലൊഴിച്ച് മിക്സ് ചെയ്യുന്നു. അപ്പം ഇവിടെ കോൺഫ്ലോറോ മൈദയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആട്ടമാവിലാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. ആട്ടയിൽ പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിൽ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. ഇത് നട്ട്സ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിക്കാതെ തന്നെ ഡയറക്റ്റ് പാനിൽ ഒഴിച്ചിട്ട് ഹൽവ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ നട്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് ഇട്ട് വറുത്തെടുക്കുന്നു. പിന്നെ ഈ പപ്പായ എന്ന് പറയുന്നതിൻ്റെ ഗുണഗണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ. ഇത് വയറ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് പ്രോപ്പർട്ടിയാണ് ഈ പപ്പായ. പിന്നെ അതിലുപരി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പപ്പായ. അപ്പോൾ ഇതാ പൾപ്പാക്കിയതിന് ശേഷം ഇതിനെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പപ്പായ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും, ഈ ഗ്യാസ് ട്രബിൾ ഇതൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ വയറരിച്ചിൽ, നെഞ്ചരിച്ചിൽ കുറയ്ക്കും. കാരണം ഇതിൽ ഹൈ ഫൈബറുണ്ട്. അത് കഴിഞ്ഞ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പിന്നെ ഹൈ രീതിയിൽ പൊട്ടാസ്യം ഉണ്ട്. അതിനാലാണ് വയറരിച്ചിലും നെഞ്ചരിച്ചിലൊക്കെ മാറ്റാനായിട്ട് പപ്പായയിൽ കൂടി സാധിക്കുന്നത്. പിന്നെ ഒരുപാട് ബ്യൂട്ടി ഏജൻറ്റും കൂടിയാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാകമാകുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ആട്ടമാവ് പാലുമായിട്ട് കലക്കി വെച്ചിരുന്നത് ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂട്ടാനും പപ്പായ